ശിലയിൽ നിന്നും ഉണരു നീ എന്റെ ഗന്ധർവനായി വരൂ നീ പുഴയിലും മലർവനിയിലും തണുത്തലിയും നീതാ രജനി നിന്നെ അറിയാൻ നിന്നോട് കഴിഞ്ഞ ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. ഞങ്ങളിങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ലിപ്സിങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം ചേച്ചിയുടെ കൂടെ ഒന്ന് പിടിക്കാൻ നോക്കിയത്, പക്ഷെ അങ്ങോട്ട് ചേച്ചിയുടെ അത്രയും പവറിലോട്ട് അങ്ങോട്ട് എത്തണില്ല സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രേണുക യൂണിവേഴ്സിൽ സ്വർണ്ണക്കടത്ത്, അധോലോകം, പിന്നെ പൈസക്ക് വേറെ പരിപാടി, അങ്ങനെ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ കാണുന്ന എല്ലാം നിങ്ങൾ കയറി ബ്ലൈൻഡ് ആയിട്ട് നമ്പല്. രേണുകയുടെ കുറച്ച് ഹേറ്റ് അങ്ങനെ കുറേ സംഭവം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് എന്ത് വന്ന് കേട്ടെന്ന് പറഞ്ഞാലും നെഗ് പുള്ളിക്കാരനെ പറ്റി കേട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കയറി നമ്പല്. കുറച്ച് സത്യം കൂടുതൽ കള്ളം എന്ന നിലയിൽ ചില വിഷയങ്ങൾ മാറുന്നുണ്ട്. ചില സംഭവങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രേണുകയെ പറ്റിയിട്ട് വന്നേക്കുന്ന കുറച്ച് സംഭവം ഉണ്ടായിരുന്നു ഈ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അതിന് മുന്നേ ഞാൻ വേറൊരു പോസ്റ്റ് കാണിക്കാം. ലക്ഷ്മി നക്ഷത്ര: അച്ഛനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, പക്ഷേ അച്ഛൻ്റെ മണം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നടന്നത് ചരിത്രം. ടാൻ 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 ടാൻ. അതേ ഗൈസ്, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ വർഷങ്ങളായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ രേണുക എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ തോളിലേറിയിട്ടായിരുന്നു സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയുടെ അപരാധം യൂണിറ്റ്സ് പോയിട്ടുണ്ടായിരുന്നത്. ഈ അപരാധപ്രവികളുടെ ഈ യൂണിവേഴ്സിലെ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ രേണുക. ഈ കാണിച്ചു കൂട്ടുന്ന അവരതകളെ ഞാൻ ഈ പറഞ്ഞത് ഈ ഇവരുടെ വർക്കിനൊന്നും അല്ല കേട്ടോ, ഈ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന ഒരു ചാറ്റ് ഉണ്ടായിരുന്നു, ഇവരുടെ മറ്റേ സബ്സ്ക്രിപ്ഷൻ കുറച്ച് പ്ലാൻ, അങ്ങനെ കുറേ സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന ഒരു സംഭവമാണ്, ഒരുത്തൻ വന്നിട്ടാണെങ്കിൽ ഏതൊരു സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് ഒരു 5 ഉമ്മ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുന്നുണ്ടു, ഡയറക്റ്റ് മേറ്റ് ഓക്കെ ആണോ? അപ്പം എന്നിട്ട് വീണ്ടും ഒരു സ്റ്റോറിക്ക് 3 ഉമ്മ. അപ്പം ആക്കാം. അപ്പോൾ അയാൾ ഐ മീൻ UK നോ? എടാ, എനിക്ക് UK കിട്ടാതിട്ടാണോ ഇവിടെ വന്ന ഡയറക്റ്റ് മീറ്റിംഗ്? ഹൗ മച്ച് യു വിൽ സജസ്റ്റ്? ഈ ഡയറക്റ്റ് മീറ്റും ഹൗ മച്ച് വിൽ യു സജസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു സംഭവം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് രേണുകയുടെ എന്നുള്ള നിലയിൽ ഒരു സ്റ്റോറി ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും 2 ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹൃദയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ ഒരു ഹാർട്ട് സിമ്പൽ, ഇത് ഒരു ഹാർട്ടേ ഉള്ളൂ കേട്ടോ, അപ്പോൾ അല്ല പകുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഈ കരിഷ്മ അങ്ങനെ എന്തൊക്കെയോ കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനെ കൊണ്ട് പോകാനും നിൽക്കാറില്ല, നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യാറുമില്ല. കാര്യം ഇന്നിപ്പം ഇത് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള ചറപറ വീഡിയോസ് അതിനകത്തെല്ലാം ഭയങ്കര വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പം നമ്മളായിട്ട് ഈ ഒരു അപരാധം തൊടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിങ്ങനെ മാറിയിരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുറേ ചിക്കിളി നഷ്ടപ്പെടുന്നുണ്ട്, കുറേ ഓഡിയൻസ് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതായിട്ടൊരു സാഹചര്യം വരികയാണ്. അപ്പം വരും ദിവസങ്ങൾ നമുക്ക് ഈ അപരാധം യൂണിവേഴ്സിലേക്ക് നമുക്ക് കുറച്ചിട്ടങ്ങ് കൈയിട്ട് വരാൻ സുഹൃത്തുക്കളെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു ചാറ്റിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത് ഷഫീന ബീവിയാണ് ഈ ഒരു ചാറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ക്രെഡിബിലിറ്റി അറിയില്ല. വേണമെങ്കിൽ ഏതൊരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് രേണു സുധിയുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതിലേക്ക് ഷഫീന ബീവി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ പലരും ചോദിച്ച കാര്യമാണ്, എന്താണ് നിങ്ങളിൽ എന്ത് തെളിവാണ് ഉള്ളത്? ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്, അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാവുന്നതിൽ എന്റെ ചാനലിന് പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല. എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. അത് ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ പോലീസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഷെഫീന ബീവി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ എൻ്റെ രേണുക ഇങ്ങനത്താണ് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന അപരാധങ്ങളെ മൊത്തം കാണിച്ചുകൂട്ടിയിട്ട് നിങ്ങൾ കിച്ചു ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ മറ്റേ ഞാൻ എൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് അതിൻ്റെ ഒട്ട് പുറകെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടേക്കുന്ന മുതലാണിത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഇവർക്കത് ബോധം പൊക്കണമെന്നില്ലെന്നുള്ളത്. അതുണ്ടെങ്കിൽ ഈ അവരത് കാണിക്കാൻ നിൽക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ എത്രയാണെങ്കിലും ഒരു നമുക്ക് ഇനി അടുത്ത കുറച്ച് സംഭവങ്ങളൂടെ കാണാം. ഇവരുടെ കാലിന് ഭയങ്കര ഒരു ഫാന്റസി മൂത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ ഞരമ്പം വരും. നമുക്കത് കേൾക്കാം. കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്ത് ഇടുന്നുണ്ട്. അതെ, ചേച്ചി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാലിന്റെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്റെ പൊന്നടാവേ, ഇവരെന്തോന്ന് ഇത്. എന്റെ കാലിന്റെ എല്ലാവർക്കും ഇഷ്ടം കാല്. പിന്നെ അടുത്തൊരു സാധനം പറയുമ്പോഴത്തേക്കിനും അതുകൂടെ നിങ്ങൾ എങ്ങനെ പറയാണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചു, ഇതൊരു അപരാധം പിടിച്ച യൂണിവേഴ്സ് ആണ്. വായിന്ന് എന്തെങ്കിലുമൊക്കെ അപരാധങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തൊരു സാധനം കാണാം. 5 രൂപ പോലില്ല, 3500 4000 കണ്ടുള്ളായിരുന്നു ആ വീടിന് വാടക. ഇപ്പൊ അറിയണോ എത്ര രൂപ, അല്ലെങ്കിൽ ഇപ്പൊ അറിയണോ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ലേ, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്ക് ഉള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്ക് അറിയില്ലടാ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനല്ല വീട്ടു കാര്യങ്ങൾ നോക്കുന്ന ഞാനല്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസ കൊടുക്കും. അതായത് ഇപ്പം വീട്ടിലെ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പൈസ കൊടുക്കുന്നല്ലാതെ ഇവർക്ക് ഈ പറയുന്ന ബിഗ് ബോസ് ചെയ്തും അതിന് അല്ലാതെ ഈ പറയുന്ന ആൽബം അങ്ങനെ കുറെ പരിപാടിക്കൊക്കെ പോയിട്ട് ഇവർക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അല്ലാതെ ഇതിനൊക്കെ ചുമ്മാ പോയിട്ട് ഇന്ന് ചിരിച്ച് ആൾക്കാർ വന്നിട്ട് ഇവരോരോ വർക്കൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ ചുമ്മാ ചിരിച്ച് കാണിക്കാനല്ലോ ചെയ്യുന്നത്. അതിന് ഈ പറയുന്ന ശമ്പളം കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഇവർ ഈ ആദ്യ സമയങ്ങളിൽ എങ്ങനെ ജീവിക്കും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് വീടില്ലാതിരുന്നപ്പോൾ വീട് വെച്ച് കൊടുത്ത് അങ്ങനെ കുറേ ആളുകൾ സഹായം ചെയ്യുകയും, എന്നാൽ ഈ സഹായം ചെയ്താക്കുന്ന ആൾക്കാരെ തിരിച്ച് പറഞ്ഞൊക്കെ എല്ലാവരും കേട്ടാണല്ലോ. അപ്പം അത്രയൊക്കെ പോയിട്ട് ഇവർക്ക് അങ്ങനെ നിലവിൽ വീട് ഓടിച്ചു പോകാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരിയെ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് എൻ്റെ കാല് എല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ വട ഇഷ്ടമാണ്, എൻ്റെ ഇതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിലെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഒരു ബോഡിനോട് ഇവർക്കൊരു റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം ബോഡിനോട് അവർക്കൊരു റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലല്ലേ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് ഈ രീതിയിൽ പറയുകയുള്ളൂ. ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് കാണിച്ചു കൊടുക്കാനെ കൊണ്ട് അങ്ങ് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതെന്തോന്ന് പബ്ലിക് ടോയ്ലറ്റാ? അധപ്പതനമാണ് രേണുവൊക്കെ, അധപ്പതനമാണ്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ഈ പരിപാടി കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുക, നമ്മൾക്ക് എക്സ്പോസ് ചെയ്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടാൻ വേണ്ടിയിട്ടല്ല മറ്റേ സുക്കർബർഗണ്ണനും ഒക്കെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇതിടുന്നതും ഓരോരുത്തരുടെ ചോയ്സാണ്. അവർ അതുവഴി സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഉപയോഗിച്ച് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന പൊതുവെ ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് പറയുമെങ്കിൽ കൂടി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ മക്കൾ, ഇവരുടെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അവർക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കാണി നിൽക്കുന്ന ആൾക്കാർക്കും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവരുടെ വേണ്ടപ്പെട്ട ഇവരുടെ മകനായിട്ടുള്ള കിച്ചുവിന് തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലൊക്കെ ഇത് വരുമ്പോഴത്തേക്കിന് ഇത്തരത്തിലുള്ള ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും. കാര്യം ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു, ഈ പറയുന്ന എൻ്റെ കാല് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നു, ഇവർ തന്നെ വീഡിയോസിൻ്റെ മുന്നിൽ ഒന്ന് പറയുകയാണ്. പിന്നെ എൻ്റെ വട എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോഴത്തേക്കിന് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്തുകൂടെ? അതില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഹനാൻ വന്നിട്ട് പുള്ളിക്കാരിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴും? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുജയുടെ അറിയാണ്ട് വിളിച്ച് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അത് വിളി സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കില്ല, ഒന്ന് നോക്കില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സുജയായിട്ടുള്ളപ്പോഴും നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ രീതിയിൽ വെറുതെ ചോദിക്കും. ഇതിനിടയ്ക്ക് ആ സമയത്ത് തന്നെ വേറെ ഒരാളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനാളുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും എടുത്ത് ഞാൻ പറയണില്ല ഇവിടെ. ഓക്കെ, അന്ന് ആ ഒരു വ്യക്തി ഇതുപോലെ രേണുവിനെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്ന് ഈ ഇവരുടെ ബിഗ് ബോസിന്റെ ടൈമിൽ ഈ സംഭവങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഹനാൻ പറഞ്ഞേക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കിന് അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു ബ്രോ സംഭവം ഉള്ളതായിരിക്കും, പക്ഷേ നമ്മളത് പബ്ലിക്കിൽ സംസാരിക്കേണ്ടുന്ന ഒരു ഇതിൻ്റെ ഇതില്ല എന്നൊക്കെ നമ്മുടെ കുറച്ച് ഓഡിയൻസ് വന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഓൾറെഡി പബ്ലിക്കിൽ വന്നാണ് നമ്മൾ റിയാക്ട് ചെയ്തെങ്കിൽ പോലും അത് വേണ്ട ബ്രോ എന്നുള്ള കുറേ കമൻസ് ഒക്കെ നമ്മൾ അത്ര സാധനങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടതായിരുന്നു. പക്ഷേ ഈ രേണുക്കൊക്കെ അത് കുഴപ്പമില്ല. അതിനുശേഷം രേണുക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു ചേഞ്ച്, എൻ്റെ വട എൻ്റെ തൊട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി മാറുമ്പോഴത്തേക്കിന് എൻ്റെ കാല് കണ്ടില്ലേ, എൻ്റെ കാല് സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു 5-6 ഉമ്മ ചറ പറയാ എല്ലാം തരുത്. ഇനി അത് കഴിഞ്ഞുള്ള രേണുക്കയുടെ മറ്റു കുറെ പരിപാടികൾ കാണാം. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല, ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു, പറ്റൂല ചേട്ടാ പ്ലീസ് എനിക്ക് പറ്റൂല. അത്രേ ഉള്ളു ചേച്ചി. പല സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന പരിപാടിക്ക് വല്ലതും ആയിരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി സമ്മതിച്ചേനെ. അതല്ലേ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി എന്തും ഓക്കെയാണ്. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നെഹി എന്ന് പറഞ്ഞാൽ നെഹി മുന്തിരിങ്ങയോ അവിടെ UK എന്ന് വരുക എന്നൊക്കെ പറഞ്ഞു. ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 റീൽസ് കൂടെ രേണുക്കെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ. ഈ ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതെ, രേണുക്കെ തെറി വിളിച്ച അവനെയാണെങ്കിൽ രേണുക്കെ ഒന്നും തിരിച്ച് അങ്ങനെ പറയിട്ടിട്ടില്ല. അതാണ് രേണുക്കയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാമല്ലായിരുന്നു തെറി വിളിച്ച് എടാ മറ്റേ മുന്നേ 2 വർത്തം വെച്ചേനെ. പക്ഷെ
രേണുവൊക്കെ അത് വിളിച്ചിട്ട് അതാണ് രേണുവൊക്കെയുടെ മഹത്വം. ബാക്കി പറ ചേച്ചി. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് നമ്മുടെ രേണുവൊക്ക പിന്നല്ല, അത്രയേ ഉള്ളൂ. രേണുവൊക്കെയുടെ ഇനി അടുത്ത വീഡിയോ കൂടെ കാണാം. സുന്ദരി എന്നോമൽ സുന്ദരി എന്റെ പൊന്നെ എന്നു കേട്ടാൽ വീണു പോകും സുന്ദരി. നീ എൻ സുന്ദരൻ, എന്റെ മാത്രം സുന്ദരൻ, ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ. ഈ നല്ല രാത്രി വെറുതെ കളയുന്നതെന്തിനിയും. ചൂടാത്ത പൂവ് പോലെ ഞാൻ ഇന്നു കൂടെയില്ലേ. ഹേ നിനക്കായി ഞാൻ എനിക്കായി നീ പിരിയുകയിൽ ഇനി ഒരു നിമിഷം. നീ എൻ സുന്ദരൻ, എന്റെ മാത്രം സുന്ദരൻ. കൈസ് എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ, ഞാൻ അങ്ങനെ ഇച്ചിച്ചി വീഡിയോ കാണുന്ന കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. ഇത് രേണുവൊക്കെയുടെ സന്തോഷം, രേണുവൊക്കെ ചെയ്യുന്നു. പക്ഷെ രേണുവൊക്കെ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. മറ്റേ നടുറോഡിൽ നിന്ന് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള കടിച്ചുപറി, ഐ മീൻ ലിപ് ലോക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് രേണുവൊക്കെ ഇത് മാത്രമേ ഇടല്ലോ, മുന്തിരി കടിച്ചെടുക്കുന്നു. മനസ്സിലാവണില്ല. ഇനി കുറെ രേണുവൊക്കെയുടെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്. പിന്നെ മഞ്ജു വാര്യരും ടൊവിനോയും അവരും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രേണുവൊക്കെ ചെയ്ത ഓഹോ എന്നും പറഞ്ഞുണ്ട്. ഇവിടെ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ള ആൾക്കാർ ആലോചിക്കണ്ടേ. ഇനി വേറൊരു സാധനം ഇവിടെ കാണിച്ചു തരാം. ഇതാണ്ട് ഇവിടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന രേണു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയെ. എടേ, വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്, വാഷ്റൂമിൽ പോകുന്നതിന് പോലും ഒരു പ്രൈവസി ഇല്ല, അത് നിങ്ങൾ എടുത്തോളൂ എന്നുള്ള അത്ര ഇതായിട്ട് നിൽക്കുന്നത് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ വന്നതോ കേട്ടതോ ഒന്നും അല്ലാത്ത കുറേ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നല്ലതെന്ന് തോന്നിയേക്കുന്ന ചില മുഖങ്ങൾ അതങ്ങനെയല്ലെന്നും, നല്ലതല്ലാന്ന് തോന്നിയേക്കുന്ന ചില മുഖങ്ങൾ കുറച്ചുകൂടെ മോശമായിട്ടുള്ള കുറേ സംഭവങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതിലും കുറച്ച് സത്യവും കുറേ അസത്യങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.